ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സം വേർഡ്സ് ആർ കോഡഡ് ഫ്രം ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ലൈക്ക്, അപ്പോ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. WTHINEP മീൻസ് ഡിഫൻസ് ഫോഴ്സ്. നെക്സ്റ്റ് AOTA WTHI മീൻസ് സെക്യൂരിറ്റി ഫോഴ്സ്. നെക്സ്റ്റ് NEPANYA മീൻസ് ഡിഫൻസ് റൂൾ. അങ്ങനെയാണെങ്കിൽ ലൈഫ് റൂൾ എന്നുള്ളതിന്റെ കോഡ് വേർഡ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഡിഫൻസ് വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ NEP എന്നുള്ളത് എന്തായിരിക്കും? ഡിഫൻസ് എന്നുള്ളതായിരിക്കും. അപ്പൊ NEP ഉള്ള ഓപ്ഷൻ എന്ത് ചെയ്യാൻ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെന്തായാലും നമ്മുടെ ആൻസർ ആയിട്ട് വരൂല. അപ്പൊ NEP ഒഴിവായി കഴിഞ്ഞാൽ ANYA തീർച്ചയായിട്ടും നമ്മുടെ ആൻസറിൽ വേണം. അപ്പൊ ഇതിൽ ANYA വരുന്നുണ്ട്, ഇതിൽ വരുന്നില്ല. നമുക്ക് ഒഴിവാക്കാം, ഇതും നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ANYA എന്തായാലും വരണം, കാരണം എന്താ വെച്ചാൽ റൂൾ എന്നുള്ളതിന്റെ ANYA ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി നെക്സ്റ്റ് ടേം ഓഫ് ദി ഗിവൺ ആൽഫ ന്യൂമറിക് സീരീസ്. താഴെ തന്നിരിക്കുന്ന ആൽഫ ന്യൂമറിക് സീരീസിലെ നെക്സ്റ്റ് ടേം ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഓരോ ടേംസ് എഴുതാണ്. M1A. ഓക്കെ, നെക്സ്റ്റ് L4D, നെക്സ്റ്റ് J9I, നെക്സ്റ്റ് G16P, നെക്സ്റ്റ് C25Y. ഓക്കെ ആണല്ലോ. ഇപ്പോ ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ എടുക്കാം. ഇവിടെ 13 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 12 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെ 7, ഇവിടെ 16, ഇവിടെ 3, അതുപോലെ തന്നെ ഇവിടെ 25. ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് 13 12ലേക്ക് വന്നു, ദാറ്റ് മീൻസ് -1. 12ൽ നിന്ന് 10ലേക്ക് വന്നു, -2. 10ൽ നിന്ന് 7ലേക്ക് വന്നു, -3. 7ൽ നിന്ന് 3ലേക്ക് വന്നു, -4. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 3ൽ നിന്ന് എന്ത് ചെയ്യാം, -5 ചെയ്യാം. അപ്പൊ സിയിൽ നിന്ന് -5 ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, 1 ചെയ്യുന്ന സമയത്ത് B, നെക്സ്റ്റ് A വന്നു, നെക്സ്റ്റ് Z, നെക്സ്റ്റ് Y, നെക്സ്റ്റ് X. അപ്പൊ X ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവിടെ 1, 4, 9, 16, 25 ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലോ അല്ലെ. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ. നെക്സ്റ്റ് 6ന്റെ സ്ക്വയർ എന്താണ്? ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ലെറ്റർ X ആണ് നമ്മൾ ആൻസറിന്റെ കിട്ടി. നെക്സ്റ്റ് 6ന്റെ സ്ക്വയർ 36 ആണ്. 36th ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? 36th ലെറ്റർ എന്ന് പറയുന്നത് അല്ലെ, 26 വരെ പോയി ബാക്കി 10 ലെറ്റർ ആണുള്ളത്. 10th ലെറ്റർ എന്ന് പറയുന്നത് J ആണ്. അപ്പൊ X36J എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആംഗിൾ ട്രേസ്ഡ് ബൈ അവർ ഹാൻഡ് ഓഫ് എ കറക്റ്റ് ക്ലോക്ക് ബിറ്റ്വീൻ 7 o'clock PM ആൻഡ് 2 o'clock AM. ഓക്കെ, അപ്പോ 7 മണി വൈകുന്നേരം, ഒരു വൈകുന്നേരം 7 മണി കൺസിഡർ ചെയ്തോ. വൈകുന്നേരം 7 മണി മുതൽ ഒരു അർദ്ധരാത്രി 2 മണി വരെ അല്ലെ, പുലർച്ചെ 2 മണി വരെ അവർ ഹാൻഡ് എത്ര ഡിഗ്രി ട്രേസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ക്ലോക്ക് നോക്കാം. നമുക്കറിയാം ഇവിടെ 12 ഡിവിഷൻ ആണുള്ളത് അല്ലെ, അതായത് 1, 2, 3 അങ്ങനെ ഓരോ ഡിവിഷന്റും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 7 ഇവിടെയാണ് വരുന്നത്. അപ്പൊ എത്ര അങ്ങനത്തെ ഡിവിഷൻസ് കടന്നു പോയിട്ടുണ്ടാവും നോക്കാം. 7 സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, 8 വന്നു, ഓക്കെ, 9 വന്നു, 10 വന്നു, 11 വന്നു, 12 വന്നു, 1 വന്നു, 2 വന്നു. ദാറ്റ് മീൻസ് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 7 വട്ടം അല്ലെങ്കിൽ 7 വട്ടം അല്ലെങ്കിൽ 7 ഡിവിഷൻസ് അത് ട്രേസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ ഡിവിഷനിലും അത് 30 ഡിഗ്രി കവർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 7 into 30, ദാറ്റ് മീൻസ് 210 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഫിഗർ ഫ്രം ദി ഗിവൺ 4 alternatives when placed in the blank space of the problem figure would complete the pattern. പ്രോബ്ലം ഫിഗർ നോക്കുക, അതിന്റെ ആ ഒരു വിട്ടുപോയിട്ടുള്ള ഈ ഒരു ഏരിയയിലുള്ള ഫിഗർ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നു, ഇവിടെ 2 ട്രയാങ്കിൾ വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ 3 ട്രയാങ്കിൾ ആയിരിക്കും വരിക അല്ലെ. 3 ട്രയാങ്കിൾ വരുന്ന രീതിയിൽ അതും ഉള്ളിലേക്കാണ് വരിക, ട്രയാങ്കിൾ ഉള്ളിലേക്കാണ് ഫേസ് ചെയ്യുക. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം വെട്ടിക്കളയാം. ഇവിടെ 2 ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ 2 ലൈനേ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെയും ഈ ഒരു ട്രയാങ്കിൾ വരുന്നത് പുറത്തേക്കാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ നമുക്കൊരു പോസിബിലിറ്റി ആണ് ആൻസറിന്. ഇനി ജസ്റ്റ് നോക്കാം, ഇവിടെ എവിടെയാണ് ഈ ഒരു A പ്ലേസ് ചെയ്ത് വരുന്നത്? എന്റെ എണ്ണം ഇവിടെ ഒരു A ആണെങ്കിൽ ഇവിടെ 2 A, ഇവിടെ 3 A ആണ് വരേണ്ടത്. ആ രീതിയിലും നമ്പർ ഓഫ് A's എന്താണ് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് A ഇവിടെ വരുമോ അല്ലെങ്കിൽ A ഇവിടെ വരുമോ? റൈറ്റ് സൈഡിലാവുന്ന സമയത്ത് A എന്താണ് വരിക? റൈറ്റ് സൈഡിലാവുന്ന സമയത്ത് A ഈ ഒരു വശത്താണല്ലേ വരിക. ഇവിടെ നോക്കാം, ഒക്കെ ഈ എൻഡിലേക്കാണ് അല്ലെ, എക്സ്ട്രീം സൈഡിലോട്ടാണ് തീർച്ചയായിട്ടും വരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There is a certain relationship between numbers on the left side of that symbol
ഫൈൻഡ് ഔട്ട് ദ സെയിം റിലേഷൻഷിപ്പ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് സിമ്പൽ. ഓക്കെ, അതായത് 72ൽ നിന്ന് 22ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതേ റിലേഷൻ 48ൽ നിന്ന് ഏത് നമ്പറിലേക്കാണ് വരിക എന്നുള്ളത് ഇവിടെ ജസ്റ്റ് നോക്കിക്കോ. 22 into 3 plus 6 ആണ് തീർച്ചയായിട്ടും 72 വരുന്നത് അല്ലെ. അതായത് 22 into 3 എന്ന് പറയുമ്പോൾ 66 ആണ്, പ്ലസ് 6 എന്ന് പറയുന്നത് 72 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആ റിലേഷൻ എടുത്തത്. ഏത് രീതിയിൽ നമുക്ക് എടുക്കാം? ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ആ രീതിയിൽ പറയാൻ വേണ്ടി പറ്റും, നമുക്ക് ജസ്റ്റ് മൈനസ് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നമ്പറിന് സെയിം റിലേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെയുള്ള നമ്പർ x ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്തത്? x into 3 plus 6 equal to നമുക്ക് എന്ത് കിട്ടണം? 48 കിട്ടണം. ഓക്കെ, അപ്പൊ x into 3 എന്ന് പറയുമ്പോൾ 3x ആണ്, is equal to 48. ഇവിടെ പ്ലസ് 6 ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 6 ആവും. ദാറ്റ് മീൻസ് 42 ആവും. 3x is equal to 42, x is equal to 42 divided by 3 is equal to 14 വരും അല്ലെ. 14 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ഓപ്ഷനിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. റീഡ് ദ ഇൻഫോർമേഷൻ ടു ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ഒക്കെ നോക്കുക എന്നുള്ളതാണ്. P, Q, R and S are to be seated in a row. അപ്പൊ 4 ആളുകളാണ് P, Q, R, S. അവരൊരു റോൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് സീറ്റ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം പറയുന്നത് R ഉം S ഉം അടുത്തടുത്ത് വരാൻ പറ്റൂല. ഓക്കെ, R ഉം S ഉം അടുത്തടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? വരാൻ വേണ്ടിയിട്ട് പറ്റൂല. നെക്സ്റ്റ്, ആൾസോ Q cannot be at the third place from the left end. അപ്പൊ ജസ്റ്റ് നോക്കാൻ ഞാനൊരു അറേഞ്ച്മെന്റ് കൊടുക്കാണ്. ഓക്കെ, ഇവിടെ ആര് വരാൻ പറ്റില്ല? Q വരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ Q ഈ 3 പൊസിഷനിൽ ഏതെങ്കിലും ഒന്നേ വരാൻ പറ്റുള്ളൂ. മൂന്നാമത് ലെഫ്റ്റിൽ നിന്ന് മൂന്നാമതായിട്ട് ആര് വരാൻ പറ്റില്ല? Q വരാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ മസ്റ്റ് ബി ഫാൾസ് അല്ലെങ്കിൽ എന്തായാലും ഫാൾസ് ആവുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇവിടെ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് എന്താണ് നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? Qനെ ഇവിടെ കൊടുക്കാണ്. Qനെ ഇവിടെ കൊടുത്താൽ ഞാൻ Rനെ ഇവിടെ കൊടുത്തു. ഓക്കെ, Sനെ ഇവിടെ കൊടുത്തു, ഇവിടെ Pനെ കൊടുത്തു. ഇതൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് Qനെ ഇവിടെ തന്നെ ഞാൻ കൊടുത്തു, ഇവിടെ Sനെ കൊടുത്തു, ഇവിടെ Pനെ കൊടുത്തു, ഇവിടെ Rനെ കൊടുത്തു. അതായത് Sന്റെ Rനെ പ്ലേസ് ചെയ്യാൻ മാറ്റി. ഇതൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഇനി എനിക്ക് ഇവിടെ Rനെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നിക്ക് ഇവിടെ S വരും, ഇവിടെ S വരും. ദാറ്റ് മീൻസ് R ഉം S ഉം എടുത്തെടുത്താവും. ആ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യില്ല? പറ്റൂല. നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി R ഉം S ഉം എടുത്തെടുത്ത് പറ്റില്ല എന്നുള്ളത് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടുത്തൊരു പോസിബിലിറ്റി എടുക്കാണ്. Q ഇവിടെ വരാലോ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരാലോ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലല്ലേ വരാൻ പറ്റാത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ R വരാം, ഇവിടെ S വരാം, ഇവിടെ P വരാം. ഓക്കെ, രണ്ടാമത്തെ ഒരു കേസ് ഞാൻ എടുക്കാണ്. Q അവിടെ തന്നെ വന്നു, ഇവിടെ S വരാം, ഇവിടെ R വരാം, ഇവിടെ ഒരു P വരാം. ഇനി അടുത്തൊരു കേസ് അവിടെ തന്നെ Q വന്നു. ഓക്കെ, ഇവിടെ R വന്നു, ഇവിടെ P വന്നു. നേരത്തെ ഇവിടെ ആയിരുന്നു എന്തെന്നത്? S വന്നത്, ഇവിടെ S വന്നു. ഓക്കെ, അതേ കേസ് നമ്മൾ വീണ്ടും എടുക്കുന്നു. Q വന്നു, ഇവിടെ S വന്നു, ഇവിടെ P വന്നു, ഇവിടെ R വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് Q ലാസ്റ്റ് വരാണ്. Q ലാസ്റ്റ് വരാണ് അല്ലെ. Q ഇവിടെ വരാൻ വേണ്ടി പറ്റില്ല. ഇനി Q ലാസ്റ്റ് വന്നു. Q ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ R വന്നു, ഇവിടെ P വന്നു, ഇവിടെ S വന്നു. ഒരു കേസും കൂടി അവിടെ വരും. ഇവിടെ Q ആണെന്നുണ്ടെങ്കിൽ ഇവിടെ R വന്നു, ഇവിടെ P വന്നു, ഇവിടെ S വന്നു. ഇത്രയും കേസസ് എന്താണ് ഇവിടെ ഈ പറഞ്ഞ അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഓരോ ഇൻഫോർമേഷൻ എന്ത് ചെയ്യാം? നമ്മൾ നോക്കാം. P is at the first place from the left. ഇവിടെ ഏതെങ്കിലും പ്ലേസിൽ P ഫസ്റ്റ് പ്ലേസിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ദാറ്റ് മീൻസ് ഈ ഒരു കാര്യം എന്താണ്? ഫാൾസ് ആണ് അല്ലെ. നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ചെക്ക് ചെയ്യാം. P is at the second place. P സെക്കൻഡ് പ്ലേസിൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതെന്താണ്? ട്രൂ ആണ്. നമുക്ക് ആൻസർ ആയി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, താഴെ തന്നിരിക്കുന്ന കാര്യം ഫാൾസ് ആവണമെന്നാ പറഞ്ഞത്, പക്ഷെ ഇതെന്താണ്? രണ്ടാമത്തെ കാര്യം ട്രൂ ആണ്. നെക്സ്റ്റ് P is at the third place. P തേർഡ് പ്ലേസിൽ വരുന്നുണ്ട്. ഇതാ P തേർഡ് പ്ലേസിൽ ഈ ഓപ്ഷൻസിലൊക്കെ വരുന്നുണ്ട്. ഇതും എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് P is at the fourth place from the end. ഇവിടെയും ഫോർത്ത് പ്ലേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? P വരുന്നുണ്ട്. അപ്പോ അതും തെറ്റാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൈൻ കോഡ് ലാംഗ്വേജ് ഫെർട്ടൈൽ ഈസ് കോഡഡ് ആസ് FGUSMJF. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് സ്പീക്കർ കോഡഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ്? അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഫെർട്ടൈൽ കോഡ് ചെയ്തെന്നുള്ളത് ജസ്റ്റ് നോക്കിക്കോ. ഫെർട്ടൈൽ. ഓക്കെ, എഫിന്റെ അടുത്തൊരു ലെറ്റർ FG ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റെ അടുത്ത ലെറ്റർ F ആണ്. നെക്സ്റ്റ് ആറിന്റെ അടുത്ത ലെറ്റർ S ആണ്. ടിന്റെ അടുത്ത ലെറ്റർ U ആണ്. ഐന്റേത് J ആണ്. നെക്സ്റ്റ് എല്ലിന്റേത് M ആണ്. ഇന്റേത് F ആണ്. എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്തു? ജസ്റ്റ് അടുത്തടുത്തുള്ള രണ്ടെണ്ണം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് FG വന്നു, നെക്സ്റ്റ് US വന്നു, നെക്സ്റ്റ് MJ വന്നു, ലാസ്റ്റ് ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ F വന്നു. ആ രീതിയിലല്ല ഇത് വന്നിട്ടുള്ളത്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീക്കറും സെയിം രീതിയിൽ തന്നെ ചെയ്യാം. ഫസ്റ്റ് S കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ST ആണ്. PQ ആണ്. EF AB KLEF RS. ഓക്കെ, അപ്പൊ QT. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. QT ഈ ഓപ്ഷൻ വെട്ടിക്കളയാം. ഓക്കെ, BF. ഓക്കെ, രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. നെക്സ്റ്റ് FL. ഓക്കെ, BFFL അതും എന്താണ്? കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് S ആണ്. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are 5 players of a cricket team. Virat, okay, Dhoni, Rohit, Rahul and Pant.
വിരാട് ഈസ് ഷോർട്ടർ ദാൻ ധോണി. അപ്പൊ നോക്കാം, ധോണി എന്താണ് വിരാട്ടിനെക്കാളും വലുതാണ് അല്ലെ. വിരാട് ഈസ് ഷോർട്ടർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ധോണി വലുതാണ്. ബട്ട് ടോളർ ദാൻ പന്ത്. ബട്ട് വിരാട് എന്താണ് പന്തിനേക്കാളും ടോളർ ആണ് അല്ലെ. നമ്മളെ ഋഷഭ് പന്ത് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, രോഹിത് ഈസ് ദ ടോളസ്റ്റ്. അപ്പൊ ഇതിനേക്കാളും വലുതായിട്ട് ആരുണ്ട്? രോഹിത് ഉണ്ട്. ഓക്കെ ആണ്. നെക്സ്റ്റ്, രാഹുൽ ഈസ് ലിറ്റിൽ ഷോർട്ടർ ദാൻ ധോണി. അപ്പോ രാഹുല് ധോണിനേക്കാളും ലിറ്റിൽ ഷോർട്ടർ ആണ്. ഓക്കെ, ബട്ട് എ ലിറ്റിൽ ടോളർ ദാൻ വിരാട്. വിരാട്ടിനേക്കാളും ടോളറും ആണ്, പക്ഷെ ധോണിനേക്കാളും ചെറുതുമാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അഞ്ചാളുടെയും കറക്റ്റ് ആയല്ലോ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കോ, എന്താണ്? ഹു ഈസ് തേർഡ് ടോളസ്റ്റ്? തേർഡ് ടോളസ്റ്റ്, ഫസ്റ്റ് ടോളസ്റ്റ്, സെക്കൻഡ് ടോളസ്റ്റ്, തേർഡ് ടോളസ്റ്റ് ആരാണ്? രാഹുൽ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദി ആൻസർ ഫിഗേഴ്സ് 1, 2, 3, 4 കംപ്ലീറ്റഡ് ദി ഫിഗർ മെട്രിക്സ്. താഴെ തന്നിരിക്കുന്ന ഫിഗർ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ടേം ഏതായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ ഒരു ഫിഗർ വന്നു, എന്നിട്ട് ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്ത് മാത്രം രണ്ടാമത്തെ ഫിഗറിലായിട്ട് വന്നു. എന്നിട്ട് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? എ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് കുറച്ച് ചെറുതാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എ എന്താ ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ തന്നെ നോക്കുന്ന സമയത്ത് ഇവിടെ ബി വന്നു അല്ലെ. ഫസ്റ്റത്തെ എയും ബി ഉണ്ടായിരുന്നു, എന്നിട്ട് ബി മാത്രം കൊടുത്തു, എന്നിട്ട് എ എന്ത് ചെയ്തു? അപ്സൈഡ് ഡൗൺ ആക്കി കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും? ഇവിടെ വരും ലാസ്റ്റ്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബി ഈ രീതിയിലാണ് വരുന്നത്, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ രീതിയിലാണ്. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്, ഈ ഒരു ഓപ്ഷൻ എന്താണ്? നമുക്ക് തെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ അപ്സൈഡ് ഡൗൺ ആയിട്ടാണോ? ഇത് അപ്സൈഡ് ഡൗൺ ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ളത് അപ്സൈഡ് ഡൗൺ ആവുന്ന സമയത്ത് എങ്ങനെ ആയിട്ട് വരും? ഇങ്ങനെ ആയിട്ട് വരും. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് അനിത സേസ്, അപ്പൊ അനിത എന്താ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. റിതാസ് ഫാദർ ദീപക് ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ മഹേഷ്. അപ്പൊ നോക്കാം, അനിത. ഓക്കെ, അനിതയുടെ ഹസ്ബൻഡ്, അനിതാസ് ഹസ്ബൻഡ്. ഓക്കെ, അവരുടെ ഫാദർ. ഓക്കെ, ഹസ്ബൻഡ്സ് ഫാദർ ഞാൻ എഴുതുന്നുണ്ട്, ഹസ്ബൻഡ്സ് ഫാദർ. അതാണല്ലോ തീർച്ചയായിട്ടും ആരെന്ന് പറയുന്നത്? അനിതയുടെ ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാദറിന്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്, മഹേഷ് എന്ന്. അപ്പൊ മഹേഷ് എന്ന് കൊടുക്കാം. ഓക്കെ, റിതാസ് ഫാദർ ദീപക് ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ മഹേഷ്. അപ്പോ മൈ ഫാദർ ഇൻ ലോ മഹേഷിന്റെ ഓൺലി സൺ ആരാ പറയുന്നത്? ദീപക് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇയാളുടെയും പേര് നമുക്ക് കിട്ടിയ എന്താണ്? ദീപക് ആണ്. ഓക്കെ, ദീപകിന്റെ മകളാണ് ആര്? തീർച്ചയായിട്ടും റിത വരുന്നത്. ഓക്കെ, റിതാസ് ഫാദർ ദീപക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ഹൗ ഈസ് ബിനിത ഹു ഈസ് സിസ്റ്റർ ഓഫ് റിത? റിതയുടെ ഒരു സിസ്റ്റർ ഉണ്ട്, ബിനിത. ബിനിത. ഓക്കെ, അപ്പൊ അവരുടെയും ഫാദർ ആരായിരിക്കും? ദീപക് തന്നെ ആയിരിക്കും. ഹു ഈസ് സിസ്റ്റർ ഓഫ് റിത റിലേറ്റഡ് ടു മഹേഷ്? അതായത് മഹേഷിന്റെ ആരാണ്? തീർച്ചയായിട്ടും ബിനിത എന്നാണ് ചോദിക്കുന്നത്. മഹേഷിന്റെ മകനാണ് ദീപക്, മകന്റെ മകളാണ് തീർച്ചയായിട്ടും ബിനിത എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ പേരമകൾ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ഡോട്ടർ അല്ലെ. റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി, ഗ്രാൻഡ് ഡോട്ടർ എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.